ക്ലെയോപ്പാസ്, നമുക്ക് എമ്മൗസിലേക്ക് പോകാം. ഇനി ഈ നഗരത്തിൽ എന്ത് നടക്കുന്നെന്ന് പറയാനാവില്ല. സഹോദര, അതാണ് സുരക്ഷിതം. അധികാരികൾ നമ്മയും വേട്ടയാടും, നമുക്ക് മുന്നേ രക്ഷപ്പെടാം. നമ്മുടെ ഗുരുവിനെ അവർ കുരിശിൽ തറച്ചു കൊന്നു. ഇനി അവരുടെ ലക്ഷ്യം നാം ആയിരിക്കും. എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നമ്മുടെ ഗുരുവിനെ എത്ര കഠിനമായിട്ടാണ് അവർ ക്രൂശിച്ചത്. എന്റെ മനസ്സ് വേദനിക്കുന്നു. പിടിക്കാൻ വന്നവന്റെ ചെവി പത്രോസ് ചേത്തിച്ച് കളഞ്ഞതല്ലേ? എന്നാൽ ഗുരു ശിമയോനെ ശാസിക്കുകയാണ് ചെയ്തത്. അതെ, ചെവി പോയവനെ തൊട്ട് സുഖപ്പെടുത്തിയതും നാം കണ്ടതല്ലേ. നമ്മുടെ ഗുരുവിന്റെ മനസ്സ് അവർ മനസ്സിലാക്കിയില്ലല്ലോ. നമ്മുടെ ഇടയിൽ ചില സ്ത്രീകൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ഗുരു അവർക്ക് പ്രത്യക്ഷനായെന്നും ജീവിച്ചിരിക്കുന്നെന്നും പറയുന്നു. ഇതെല്ലാം സത്യമാണോ? ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചിലർ കല്ലറയിലേക്ക് പോയി. അവരും ആ സ്ത്രീകൾ പറഞ്ഞതുപോലെ കണ്ടു. സഹോദരരെ, നിങ്ങൾ എവിടെ പോകുന്നു? ഞാനും നിങ്ങളുടെ കൂടെ വരുന്നു. എനിക്ക് വഴി അത്ര നിശ്ചയമില്ല. ഓ, ആയിക്കോട്ടെ. വഴി അത്ര സുരക്ഷിതമല്ല. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ കലാപത്തിനും സാധ്യതയുണ്ടെന്നാണ് കേൾക്കുന്നത്. എന്താണ് വിഷയം? ഈ ഇടവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ച് അറിയാത്ത നീ ഒരു അപരിചിതനാണോ? എന്തു കാര്യങ്ങൾ? ഞങ്ങളുടെ ഗുരുവും കർത്താവുമായ ഈശോ ഈ നഗരത്തിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും ഞങ്ങളുടെ തന്നെ പുരോഹിതരും നേതാക്കളും അവനെതിരെ തെറ്റായി വിധി പ്രസ്താവിക്കുകയും കുരിശിൽ തറച്ചു കൊല്ലുകയും ചെയ്തു. അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഇസ്രായേലിനെ റോമക്കാരിൽ നിന്ന് അവൻ രക്ഷപ്പെടുത്തുമെന്ന് ഞങ്ങൾ കരുതി. എന്നാൽ അവൻ ക്രൂശിക്കപ്പെട്ട് മരിച്ചു. ഇന്നിത് 3-ാം ദിവസമാണ്. നിങ്ങൾ തീർത്തും ഭോഷന്മാരായതെങ്ങനെ? പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം നിങ്ങളുടെ ഹൃദയം മന്ദീഭവിച്ചിരിക്കുന്നു. ക്രിസ്തു അതെല്ലാം സഹിച്ചു മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും അവനെക്കുറിച്ച് എഴുതപ്പെട്ടത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. ആരെക്കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. അവിടെ നിന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. അവൻ ഒരു അതിക്രമവും ചെയ്തില്ല. അവന്റെ വായിൽ നിന്നും വഞ്ചന പുറപ്പെട്ടുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. എന്തിനു വേണ്ടിയായിരുന്നു അവൻ ഇതെല്ലാം സഹിച്ചത്? അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തു. അവൻ ഇസ്രായേലിന്റെ രാജാവായി വാഴും എന്ന് ഞങ്ങൾ കരുതി. എല്ലാ ജനങ്ങളും അവന് ഹോശാന പാടി. പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത അവനെ എന്തിനു ക്രൂശിച്ചു? നമുക്ക് വേണ്ടിയാണ് അവൻ ഇതെല്ലാം സഹിച്ചത്. നമ്മുടെ പാപങ്ങൾ ദൈവം അവന്റെ മേൽ ചുമത്തി ബലിയാകാനുള്ള കുഞ്ഞാടായി അവൻ തന്നെ സമർപ്പിച്ചു. ഏശയ്യാ ദീർഘദർശി പ്രവചിച്ചത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആടുകളെപ്പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി. അവിടെ നിന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. മാത്രമല്ല, അവൻ ഇക്കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ പറയുകയും ചെയ്തിരുന്നില്ലേ? ശരിയാണ്. ശിഷ്യരുമൊത്ത് പെസഹ ഭക്ഷണത്തിൽ ഇരുന്നപ്പോൾ തങ്ങളിൽ ഒരാൾ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് അവൻ പറഞ്ഞിരുന്നു. യൂദാസ്കറിയായ്ക്ക് ഇതെങ്ങനെ ചെയ്യാൻ തോന്നിച്ചു? അന്നത്തെ പെസഹ ഭക്ഷണത്തിന് ശേഷം രാത്രി കെദ്രോൻ നദി കടന്ന് ഞങ്ങൾ ഗത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ യൂദാസ് അവിടെ ഇല്ലായിരുന്നു. അവന് തെറ്റായ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഗുരു ഇതേക്കുറിച്ച് അവനോട് പറഞ്ഞിരുന്നു. പണസഞ്ചി അവന്റെ കൈവശമായിരുന്നതിനാൽ ഞങ്ങൾക്കും അത് മനസ്സിലായില്ല. പുരോഹിതരും നിയമജ്ഞരുമായി വഴിവിട്ട ബന്ധം
അവനുണ്ടായിരുന്നു. പണം ലഭിക്കുമെന്ന സുഖത്തിൽ അവൻ ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. ഈശോ നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ചതാണ് അവനെ ഇപ്രകാരം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഞങ്ങൾക്കിതൊന്നും അന്ന് മനസ്സിലായില്ല. ഹോ, ഞങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ ഈശോ ഇതെല്ലാം ഞങ്ങളോട് സൂചിപ്പിക്കുക പോലും ചെയ്തിരുന്നു. സഹോദര, രാത്രി ഇരുട്ട് കൂടി വരുന്നു. നമുക്ക് ഇന്ന് രാത്രി ഈ സത്രത്തിൽ തങ്ങി നാളെ നമുക്ക് യാത്ര തുടരാം. അതാണ് നല്ലത്. ഞങ്ങൾ ഭക്ഷണം ഒരുക്കട്ടെ. ഈ അപ്പം എൻ്റെ ശരീരം, ഈ മുന്തിരിച്ചാറിൻ്റെ രക്തം. ഈ അപ്പം എൻ്റെ ശരീരം, ഈ മുന്തിരിച്ചാറിൻ്റെ രക്തം. ഇത് ഭക്ഷിപ്പോനേ, പാനം ചെയ്യുവോനേ. ഞാൻ വസിക്കും, അവനെന്നിലും നിത്യം വസിക്കും. ഈ അപ്പം എൻ്റെ ശരീരം. അത് യേശുവല്ലേ? ഞങ്ങളുടെ കർത്താവേ, ഇത് നീ തന്നെയായിരുന്നുവോ? വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? കർത്താവേ, അങ്ങ് ഇവിടെയുണ്ട്. അവൻ മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നു. അവൻ എല്ലാം മുൻകൂട്ടി അറിയുന്നു. നമുക്ക് ജെറുസലേമിലേക്ക് തിരിച്ചു പോകാം. നാം അവനെ കണ്ടതും അവൻ അപ്പം മുറിച്ചപ്പോൾ തിരിച്ചറിഞ്ഞതും നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ അറിയിക്കാം. അവർ ഭയപ്പെട്ട് കതകടച്ചിരിക്കുകയാണ്. പെസഹ ഭക്ഷിച്ചതിന് ശേഷം രാത്രിയിൽ ഒലിവുമലയിൽ പോയപ്പോൾ യൂദാസ്കറിയാത്ത നമ്മുടെ കൂടെ ഇല്ലായിരുന്നു. ഒരു പക്ഷേ അവൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല. ആ രാത്രി മുഴുവൻ ഗത്സമനിൽ ഹൃദയം പൊട്ടുന്ന വേദനയിൽ ഈശോ പ്രാർത്ഥനയിലായിരുന്നു. ക്ഷീണിച്ച് ഉറക്കം തൂങ്ങുന്ന ഞങ്ങളെ കൂടെ കൂടെ വിളിച്ചുണർത്തി ഉണർന്നു നിന്ന് പ്രാർത്ഥിക്കാൻ അവൻ വേദനയോടെ പറഞ്ഞപ്പോൾ ഇത്രയും ക്രൂരമായ ഒരു സംഭവം പിറ്റേ ദിവസം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാൻ കൂടി കഴിഞ്ഞില്ല. പീഡാനുഭവത്തിനു ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഗെത്സമനിൽ തുടങ്ങുന്ന ഒറ്റിക്കൊടുക്കുന്ന ഈ ദൃശ്യങ്ങൾ നമ്മുടെ യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുന്നു, നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. ശിമയോനെ, യോഹന്നാൻ, യാക്കോബ്, എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു. നിങ്ങൾ ഇവിടെ എൻ്റെ അരികിൽ ഉണർന്നിരിക്കുവിൻ. പിതാവേ, സാധ്യമെങ്കിൽ ആ മണിക്കൂർ എന്നെ കടന്നു പോകട്ടെ. ശിമയോനെ, നീ ഉറങ്ങുന്നുവോ? 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ? ഗുരു, ഞാൻ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണെന്ന് ഓർത്തുകൊള്ളുവിൻ. പ്രലോഭകൻ അടുത്തു തന്നെയുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഇടർച്ചയുണ്ടാകും. ശിമയോനെ, നീയും എന്നെ തള്ളിപ്പറയും. ഇല്ല ഗുരുവേ, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്നു രാത്രിയിൽ തന്നെ കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ
എന്നെ 3 പ്രാവശ്യം നിഷേധിച്ചു പറയും. ഇല്ല, നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല. പിതാവേ, സമയമായിരിക്കുന്നു. ഇനിമേൽ ഞാൻ ഈ ലോകത്തിലല്ല, എന്നാൽ അങ്ങ് എനിക്ക് തന്നവർ ലോകത്തിലാണ്. ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. അതിനാൽ ദുഷ്ടനിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും മാറ്റിത്തരണമേ. എന്നാൽ എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം മാത്രം. ഞാൻ വിശ്വസിച്ചവനും എൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാലുയർത്തിയിരിക്കുന്നു. കർത്താവേ, എന്നോട് കൃപ തോന്നണമേ. നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുന്നുവോ? മതി, സമയമായിരിക്കുന്നു. ഇതാ, മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. ഇതാ, എന്നെ ഒറ്റക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു. നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് ഞാനാണ്. ഗുരു, സ്വസ്തി. യൂദാസേ, ചുംബനം കൊണ്ടാണോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ. അയ്യോ, എന്റെ ചെവി! ശിമയോനെ, വാൾ ഉറയിലിടുക. വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? ഇവർ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നതിന് നിനക്ക് മറുപടിയൊന്നും പറയാനില്ലേ? നീയാണോ വാഴ്ത്തപ്പെട്ടവന്റെ പുത്രനായ ക്രിസ്തു? ഞാൻ തന്നെ. മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താ ആവശ്യം? ദൈവദൂഷണം നിങ്ങൾ കേട്ടല്ലോ. നീ ഒരു പ്രവാചകനാണെങ്കിൽ നീ അടിച്ചവൻ ആരെന്ന് നീ പ്രവചിക്കും. ഇവൻ യൂതന്മാരുടെ രാജാവല്ലേ? ദേവാലയം പൊളിച്ച് 3 ദിവസം കൊണ്ട് പുനർനിർമ്മിക്കുമെന്ന് പറഞ്ഞവനല്ലേ ഇവനാണോ ക്രിസ്തു? അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. ഈ മനുഷ്യൻ ഞങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുന്നു. സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കണമെന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടു. താൻ രാജാവായ ക്രിസ്തുവാണെന്നും അവകാശപ്പെടുന്നു. വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ അവനിൽ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അവനെ ചമ്മട്ടി കൊണ്ടടിപ്പിച്ചു വിട്ടയക്കും. നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി ക്രൂശിച്ചുകൊള്ളുവിൻ. ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അത് നിങ്ങളുടെ കാര്യമാണ്.
അവന്റെ രക്തം ഞങ്ങളുടെയും ഞങ്ങളുടെ സന്തതികളുടെ മേലുമായിക്കൊള്ളട്ടെ. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷണമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. നീയും നസ്രായനായ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? നീ പറയുന്നത് എന്തെന്ന് ഞാൻ അറിയുന്നില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവൻ അവരിൽ ഒരുവനാണ്. സ്ത്രീയെ, നീ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ പറയുന്ന ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല. എന്തൊരു കഷ്ടമാണിത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അയാളെ അറിയുക പോലുമില്ല. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്നു രാത്രിയിൽ തന്നെ കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം നിഷേധിച്ചു പറയും. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും.